ഭീകരവാദ പ്രവർത്തനങ്ങളെ എന്നും പിന്തുണച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന പേരിൽ ഭീകരവിരുദ്ധ സദസ്സുകൾ നടത്താൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പഹൽഗാമിൽ വെടിയേറ്റ് മരണമടഞ്ഞവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനും അവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എത്തിയപ്പോൾ പിണറായി വിജയൻ മാത്രം മരണമടഞ്ഞ രാമചന്ദ്രന്റെ വീട്ടിൽ എത്തിയില്ല എന്നുള്ളത് താൻ ഭീകരതയെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണെന്നും ഇത് ഗോവിന്ദമാഷ് മനസ്സിലാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പഹൽഗാമിൽ വീരമൃത്യു വരിച്ച ആദിലിന്റെ മയ്യത്ത് നിസ്കാരത്തിന് കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് നേതൃത്വം കൊടുത്തത്. മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ കർണാടകയിൽ, ഗുജറാത്തിൽ, ബംഗാളിൽ, വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനും അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കും ആ കുടുംബത്തോടൊപ്പം നേതൃത്വം കൊടുക്കാനും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നേരിട്ടെത്തിയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം മരണമടഞ്ഞ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രന്റെ വീട്ടിൽ എത്തിയില്ല എന്നുള്ളത് ഭീകരതയെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതും ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കണം. പാർട്ടി യോഗങ്ങളിൽ ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് എറണാകുളം വരെ എത്താൻ സാധിക്കാതെ പോയത് മുഖ്യമന്ത്രിക്ക് വീട് സന്ദർശിക്കാൻ താല്പര്യമില്ല എന്നതിൻ്റെ സൂചനയാണ്. അവസാനം ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കുടുംബത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ഈ സാംസ്കാരിക കേരളം കണ്ടതാണ്. പാർട്ടി യോഗങ്ങളിൽ ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് എറണാകുളം വരെ എത്താൻ സാധിക്കാതിരുന്നത് മുഖ്യമന്ത്രിക്ക് രാമചന്ദ്രന്റെ വീട് സന്ദർശിക്കാൻ താല്പര്യമില്ല എന്നതിൻ്റെ സൂചനയാണ്. അവസാനം ജനരോഷം ഭയന്നാണ് അദ്ദേഹം വീട് സന്ദർശിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും പഹൽഗാമിൽ മരണമടഞ്ഞവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചപ്പോഴും ഇവിടെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഭീകരശക്തികളുടെ ഒരു അച്ചുതണ്ട് UDF-നകത്ത് VD സതീശൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ അച്ചുതണ്ട് കളം മാറി ചവിട്ടുമോ എന്ന ഭയപ്പാടിലാണ് VD സതീശൻ. തന്റെ വീടിനു മുന്നിൽ ഉഗ്രമായ ശബ്ദത്തിൽ സ്ഫോടനം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് തന്നെയും പാർട്ടിയെയും അപമാനിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ചുറ്റുമുള്ളവർ കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പോലീസിനെ അറിയിച്ചത്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഈസ്റ്ററിന് വാങ്ങിയ ബാക്കി വന്ന പടക്കം പൊട്ടിച്ചതാണെന്നാണ്. ACPയുടെ നേതൃത്വത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും തനിക്കിനി പോലീസിന്റെ ഒരു സഹായവും ആവശ്യമില്ലെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. TC വിനോസ്, തൃശൂർ.